പി വി അൻവർ ഇപ്പോൾ സമ്മതിക്കുന്നു. എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. റഹീസ് സുഷിത വാർത്തയുടെ അപ്ഡേറ്റ് വരികയാണ്. ഇപ്പോൾ പി വി അൻവർ സമ്മതിക്കുകയാണ്. എം ആർ അജിത് കുമാറുമായിട്ട് പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുകൂടി ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം അതൊരു പാർട്ട് പേയ്മെൻ്റ് ആണ് എന്നാണോ ഇപ്പോൾ പറയുന്നത് ഫ്ലാറ്റ് വാങ്ങിയ കാര്യത്തിൽ? കാരണം 10 ദിവസത്തിനുള്ളിൽ 65 ലക്ഷം രൂപയുടെ വർധനവ് എങ്ങനെയുണ്ടായി എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. റഹീസ്, അരുൺ, എന്നു മാത്രമല്ല അതിൽ മൊഴിയിൽ പറയുന്ന ഒരു ഭാഗം 90 ലക്ഷം രൂപ ആ ഫ്ലാറ്റ് വിൽക്കുന്ന സമയത്ത് വിറ്റാൽ എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷെ ഞാനത് വേണ്ട എന്ന് വെച്ചു. 35 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഫ്ലാറ്റ് വാങ്ങി. 8 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ആ ഫ്ലാറ്റിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒപ്പം 3 ലക്ഷം രൂപ ഒരു കാർ പോർച്ച് പണിയുന്നതിന് വേണ്ടി, ആ ഫ്ലാറ്റിൽ കാർ പോർച്ച് വാങ്ങുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ കൊടുത്തു. 3 ലക്ഷം രൂപ ഫ്ലാറ്റിൻ്റെ അസോസിയേഷനിൽ ഫീസായി നൽകി. 16-17 ലക്ഷം രൂപ SBIയിൽ നിന്നെടുത്ത 25 ലക്ഷം രൂപ ലോണിന് പലിശയായി അടച്ചു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ 65 ലക്ഷം രൂപയ്ക്ക് ഞാൻ വിറ്റതുകൊണ്ട് എൻ്റെ മുതൽ മാത്രമേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. 90 ലക്ഷം കിട്ടുമായിരുന്നു, പക്ഷെ അത് വേണ്ട എന്ന് എൻ്റെ ഔദാര്യത്തിൽ ഞാൻ വെച്ചു എന്ന കാര്യവും ആ മൊഴിക്കകത്ത് പറയുന്നുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം അരുൺ പറഞ്ഞ കാര്യമാണ്. കാരണം SBI 25 ലക്ഷം രൂപ ലോൺ കൊടുത്തിട്ടാണ് 2009 ഫ്ലാറ്റ് വാങ്ങിയത് എന്ന് ആ മൊഴിയിൽ പറയുന്നുണ്ട്. പക്ഷെ ആധാരം നടത്തിയത് 2016 ഫെബ്രുവരി 19 എന്ന് പറയുന്നു. അതിൽ നിയമപരമായ ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായും ആധാരം നടത്താതെ 25 ലക്ഷം രൂപ SBI കൊടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും സ്വാഭാവികമായും ഉണ്ടാകും. എന്നു മാത്രമല്ല 35 ലക്ഷം രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് അത് ആധാരം ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. റഹീസ്, 35 ലക്ഷം രൂപ കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങി ആധാരം ചെയ്യാൻ മറന്നുപോയെന്നാണോ അത് പാർട്ട് പേയ്മെന്റ് ആയിട്ട് കൊടുത്തു എന്നാണോ പറയുന്നത്? ഇല്ല, ആധാരം ചെയ്യാൻ മറന്നുപോയി എന്നാണ് പറയുന്നത്. വിൽക്കുന്ന സമയത്താണ് ഇത് ആധാരം ചെയ്തിട്ടില്ല. സെയിൽസ് ഡീല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2009 ഇത് ഒരു എഗ്രിമെൻ്റ് വെച്ച് ഡീല് നടത്തുകയായിരുന്നു. അത് ആധാരം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് ഫെബ്രുവരി 19-ാം തീയതി ഇതുമായി 19-ാം തീയതി അല്ല, ഫെബ്രുവരി മാസം ഇതുമായി ബന്ധപ്പെട്ട കച്ചവടം നടത്തിയ ഒരു യുവതിക്കാണ് ഈ ഫ്ലാറ്റ് 65 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നത്. ആ വിൽക്കുന്ന സമയത്താണ് ആധാരം നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നതും ആ കോടിയൽ ഫ്ലാറ്റിൻ്റെ ഉടമ ഒരു ശിവപ്രസാദിന്റെ പേര് പറയുന്നുണ്ട്. ശിവപ്രസാദിനെ വിളിച്ചു കൊണ്ടുവന്ന് ADGP എം ആർ അജിത് കുമാർ ആധാരം നടത്തുകയും അത് വലിയ ലാഭത്തിന് വിൽക്കുകയും ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ തന്നെ മൊഴി. താങ്ക് യു. റഹീസ് റഷീദാണ് വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ എം ആർ അജിത് കുമാറിന്റെ ഫ്ളാറ്റ് വാങ്ങിയ കാര്യത്തിൽ ദുരൂഹത ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. നമ്പർ 1. നമ്പർ 2, പി വി അൻവറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ചതനുസരിച്ച് താൻ പോയി കണ്ടു എന്നുകൂടി എം ആർ അജിത് കുമാർ ഇപ്പോൾ പറയുന്നുണ്ട് മൊഴിയിൽ.